സംസ്ഥാനത്ത് ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. വടക്കൻ മധ്യ കേരളത്തിൽ മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയാണ്. വയനാട് പനമരം പുഴ കരകവിഞ്ഞ് നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. കണ്ണൂർ പാനൂരിൽ KCB ജീപ്പ് ഒഴുക്കിൽപ്പെട്ടു. ജീപ്പിൽ കുടുങ്ങിയ 2 പേരെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. വയനാട് പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ്. അനൂപ് ചേരുന്നു വയനാട് നിന്ന്. അനൂപെ, വയനാട്ടിലെ സാഹചര്യം എങ്ങനെയാണ്? അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇന്നലെ തന്നെ ഏതാണ്ട് 26 ക്യാമ്പുകൾ ഇന്നലെ പ്രവർത്തിക്കുന്നു എന്ന് അനൂപ് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? വയനാട്ടിൽ മഴ ശക്തമായി തന്നെ തുടരുന്നൊരു സാഹചര്യമുണ്ട്. മാനന്തവാടി താലൂക്കിൽ ഇപ്പോൾ മഴയ്ക്ക് ഒരു അല്പം ശമനമുണ്ടെങ്കിലും ശക്തമായ മഴ ഇന്നലെ രാത്രി മുഴുവൻ പെയ്തു. ഇന്ന് രാവിലെയും അത് ആവർത്തിച്ചു. അത്തരത്തിൽ ഒരു ശക്തമായ മഴയുടെ സാഹചര്യം തന്നെയാണ് പൊതുവിൽ വയനാട്ടിലുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വള്ളിയൂർക്കാവ് മാനന്തവാടി പുഴ ഉള്ള സ്ഥലത്താണ്. മാനന്തവാടി പുഴ കരകവിഞ്ഞ് ഈ പ്രദേശത്തിൽ പലയിടത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ വള്ളിയൂർക്കാവ് ക്ഷേത്രം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതെല്ലാം ഇങ്ങനെ മുങ്ങിക്കിടക്കുന്നൊരു സാഹചര്യമാണുള്ളത്. അത് മാനന്തവാടി പുഴയുടെ വിവിധ പ്രദേശങ്ങളെല്ലാം ഇത്തരത്തിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. വീടുകളിലേക്ക് വെള്ളം കയറിയ സാഹചര്യമുണ്ട്. അതേ സ്ഥിതി നൂൽപ്പുഴ കരകവിഞ്ഞും കബനി നദി കരകവിഞ്ഞും വയനാട്ടിൽ വിവിധ പ്രദേശങ്ങളിലുണ്ട്. ആ വിധത്തിൽ ആ മേഖലകളിലെല്ലാം ഒരു ഇത്തരത്തിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണുള്ളത്. പല പുഴകളിലേക്കുള്ള നീരൊഴുക്ക് വലിയ തോതിൽ വർദ്ധിക്കുന്നതായാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ ഉള്ളവർ കൂടുതൽ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റാനുള്ളൊരു ശ്രമം ഇപ്പോഴും നടന്നു വരികയാണ്. ജില്ലയിൽ 42 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. 2100ഓളം പേർ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇപ്പോൾ കഴിഞ്ഞു വരികയാണ്. കൂടുതൽ ക്യാമ്പുകൾ അപകട സാധ്യതാ മേഖലകളിൽ ആരംഭിക്കുന്നതിനുള്ള നീക്കമാണ് ജില്ലാ ഭരണകൂടം നടത്തുന്നത്. പ്രധാനമായും 42 ക്യാമ്പുകൾ തുടങ്ങി. ഇപ്പോൾ മാനന്തവാടി, അതോടൊപ്പം നൂൽപ്പുഴ, തൊണ്ടർനാട്, വെള്ളമുണ്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ കൂടുതൽ ക്യാമ്പുകൾ ആരംഭിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് പ്രധാനമായും ഈ മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക ഭീഷണി നേരത്തെ തന്നെയുള്ള നിലനിൽക്കുന്ന പ്രദേശങ്ങളിലാണ്. ഏതായാലും അത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം കൂടി ഈ മേഖലകളിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ട്. കബനി നദിയുടെ ഒരു സാഹചര്യവും ഒരു ആശങ്കയുയർത്തുന്നതാണ്. ഈ 4 ദിവസം കൊണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിലൊരു അപകടകരമായ നിലയിലേക്ക് ജലനിരപ്പ് ഉയരാൻ കാരണമായ മഴ ആ മേഖലകളിൽ ഉണ്ട്. അതിപ്പോഴും ശക്തമായി തുടരുന്നു. കബനി നദിയിലെ ജലം പ്രധാനമായും പോകുന്നത് ബീച്ചനഹള്ളി അണക്കെട്ടിലേക്കാണ്. ബീച്ചനഹള്ളി അണക്കെട്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അഭ്യർത്ഥന പ്രകാരം കർണാടക അധികൃതർ തുറന്നുവിട്ടിട്ടുണ്ട്. അതോടൊപ്പം നൂൽപ്പുഴയിലെ വെള്ളം എത്തുന്ന ന്യൂഹു അണക്കെട്ടും തുറന്നുവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുത്തൊഴുക്കി 2 മേഖലകളിലും അതിശക്തിയായിട്ടുണ്ടെങ്കിലും വെള്ളക്കെട്ട് മഴ അല്പസമയം മാറി നിന്നാൽ വെള്ളക്കെട്ട് ഒഴിവാകുന്ന ഒരു സാഹചര്യം ഈ അണക്കെട്ടുകൾ തുറന്നു വിട്ടത് മൂലം ഉണ്ട്. ഏതായാലും എങ്കിലും ഒരു അപകട സാധ്യത നിലനിൽക്കുകയാണ് കബനിയുടെ തീരങ്ങളിലും. ഒപ്പം തന്നെ മാനന്തവാടി, പനമരം, നൂൽപ്പുഴ പുഴയോരങ്ങളിലുമെല്ലാം അത്തരത്തിലൊരു സാഹചര്യമുണ്ട്. ഏതായാലും ഈ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കാനുള്ളൊരു തീരുമാനമാണ് ഏറ്റവും ഒടുവിൽ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്ന നടപടി. ആ വിധത്തിൽ കൺട്രോൾ റൂമുകളെല്ലാം തന്നെ നേരത്തെ തന്നെ തുറന്നിരുന്നു. അത് പഞ്ചായത്ത് തലത്തിൽ പോലും ഇപ്പോൾ കൂടുതൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. മഴ ശക്തമായി തുടർന്നാൽ അത് ഇത്തരത്തിലുള്ളൊരു ആശങ്കപ്പെടുത്തുന്നൊരു സാഹചര്യത്തിലേക്ക് പലയിടങ്ങളിലും മാറും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വിധത്തിൽ പല പുഴകളിലും ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ തന്നെ ദേശീയപാത 766 ഉൾപ്പെടെ ഗതാഗതം തടസ്സപ്പെട്ടൊരു സാഹചര്യമുണ്ടായിരുന്നു. 766 ഇന്നലെ രാത്രി 400ഓളം യാത്രക്കാർ കുടുങ്ങിപ്പോയിരുന്നു. 3 മണിക്കൂറോളം എടുത്താണ് അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ ഫയർഫോഴ്സിനും നാട്ടുകാർക്കുമെല്ലാം എടുത്തത്. ആ പ്രദേശത്ത് ഇടയ്ക്കിടെ വെള്ളക്കെട്ടുകൾ ഇതേപോലെ ഉണ്ടാകുന്നുണ്ട്. അതേസമയം തന്നെ പെട്ടെന്ന് തന്നെ ആ വെള്ളക്കെട്ട് മാറുന്നൊരു സാഹചര്യവും അവിടെയുണ്ട്. ഇന്നലെ ആ കുടുങ്ങിപ്പോയവർക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് ദേശീയപാത 766 നേരിടേണ്ടി വന്നത്. വനമേഖലയാണ്. വയനാട്ടിലെ സാഹചര്യം ആശങ്ക ജനിപ്പിക്കുന്നതാണ്. എന്നാൽ എല്ലാ സംവിധാനങ്ങളും ജില്ലാ ഭരണകൂടം ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അനൂപ് നൽകുന്ന വിവരം.